ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡൽഹി ബ്ലോഗിൻ്റെ ആഗ്ര ഫോർട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചായി എന്ന് എനിക്കറിയാം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം ആഗ്ര ഫോർട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ താജ്മഹൽ കാണാനാണ്. നമ്മളൊക്കെ ഇപ്പം ഡൽഹി ആഗ്ര ഒരു ട്രിപ്പ് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഫസ്റ്റ് താജ്മഹൽ കാണാനായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മൾ പോയ ആ ഒരു ഹോളിഡേ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മാത്രമല്ല അവിടെ വന്ന ഭൂരിപക്ഷം 90% ആൾക്കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് താജ്മഹൽ കാണാനാണ്. ആൻഡ് ഹിയർ വി ആർ, നമ്മളിതാ എത്തിക്കഴിഞ്ഞു കേട്ടോ. നല്ല വെതറായിരുന്നേ, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളെടുത്ത പാക്കേജിൽ ഇവർ എൻട്രി ടിക്കറ്റ്സും എല്ലാം ഉൾപ്പെടെ ആയിരുന്നു. ആൻഡ് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ്സ് ഇവരെടുത്ത് തരത്തില്ല. അതിപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അതെടുക്കാം. നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് തന്നെ നമ്മൾ 3 കാലിലിടുന്ന സോക്സ് വാങ്ങിയിട്ടുണ്ട്. ബിക്കോസ് താജ്മഹലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പറിൻ്റെ മുകളിൽ കൂടി എയ്തർ ഈ ഒരു സോക്സ് ഇടണം, അതല്ലെങ്കിൽ സാധാ നമ്മുടെ സോക്സ് ഇട്ട് വേണം കയറാൻ കേട്ടോ. അല്ലാണ്ട് ചെരുപ്പിട്ട് കയറാനോ ബെയർ ഫുട്ടായിട്ട് കയറാനോ അവർ സമ്മതിക്കത്തില്ല. അതിന് വലിയ പൈസയൊന്നുമില്ല, ഓരോന്നിന് 10 രൂപയേ ഉള്ളൂ. അപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് നമുക്കൊന്നെങ്കിൽ നടന്നു പോവാം, അതല്ലെങ്കിൽ ഇങ്ങനത്തെ റിക്ഷാസ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ റിക്ഷാസ് എടുത്ത് ഇത് പെർ ഹെഡ് 20 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പം കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടിക്കറ്റ്സ് ഒന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പം നടക്കാനുള്ളൊരു മൂഡും ഇല്ലായിരുന്നു. പിന്നെ ഒരു ആൻസൈറ്റിയിൽ നടക്കൽ വേണ്ട, എന്നാൽ പിന്നെ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ കയറി. ആരും നടന്നു വന്നിട്ടില്ല കേട്ടോ, എല്ലാവരും ഇതിലായിരുന്നു. ആൻഡ് ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും കൂടി വന്നുകൊണ്ടിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ ഫോട്ടോസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു സാധനം, അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതും ഒരു ലവിൻ്റെ എന്താ പറയുക, ഒരു ഹിസ്റ്ററി ഓഫ് ലവ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. ആ ഒരു താജ്മഹൽ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു വൈറ്റ് ക്യാപ്സ് വെച്ച ഫുൾ നമ്മുടെ ടീംസാണ് കേട്ടോ. അതായത് നമ്മുടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവർക്കും വൈറ്റ് ക്യാപ്സ് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചെക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ട് കേട്ടോ താജ്മഹലിൽ, അറിയാമല്ലോ. നമ്മൾ പോയ ടൈമിൽ ആയിരുന്നു അവിടെ ആ ഒരു പെഹൽഗാം അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും കുറച്ചൊരു സെക്യൂരിറ്റി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടും, എന്നിട്ട് ഇത്ര സമയം എന്ന് പറയും. ആൻഡ് ഒരു പോയിൻ്റ് കാണിച്ചു തരും, ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ വരണം. കൊച്ചു പിള്ളേരെ പണ്ട് ടൂർ കൊണ്ടുപോകുന്ന പോലെ. അല്ലാണ്ട് നമ്മുടെ പുറകെ വരുമോ വാവ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അവർ വെയിറ്റ് ചെയ്ത് നമുക്കെല്ലാം കാണാനുള്ള സൗകര്യം എല്ലാം ഉണ്ടാക്കി തന്നിട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ഗൈഡ് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എൻട്രി ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ലോക്കൽ ഗൈഡിനെ എടുക്കണം, അങ്ങനെ എന്തോ ഒരു റൂൾ ഉണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് സോ ക്ലിയർ അബൌട്ട് ഇറ്റ്. എന്താണെങ്കിലും പുള്ളി താജ്മഹലിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. അതിൽ പുള്ളി പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാജഹാൻ്റെ 3ാമത്തെ വൈഫായിരുന്നു മുംതാസ്. ആദ്യത്തെ 2 ഭാര്യമാർക്കും താജ്മഹൽ ഉണ്ടാക്കാണ്ട് 3ാമത്തെ മുംതാസിന് വേണ്ടിയിട്ട് എന്തിന് താജ്മഹൽ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 2 അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 3rd വൺ ദാറ്റ് ഈസ് മുംതാസിനെ ആയിരുന്നു ലവ് മാരേജ്. അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പ്ലീസ് കമൻറ്റ് മീ, ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ഹിസ്റ്ററി എനിക്ക് വലിയൊരു പരിചയമില്ല. നമുക്ക് താജ്മഹൽ കാണാൻ പോകാമെന്നല്ലാണ്ട് അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറീസ് അത്ര കണ്ട് നമുക്കറിയത്തില്ല. ആൻഡ് ആദ്യത്തെ 2 വൈഫിന് വേണ്ടിയിട്ട് അവിടെ വേറെ എന്തോ സാധനം ഉണ്ട്, എൻട്രൻസിൽ എന്തോ 2 ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. ഇത് താജ്മഹലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ട്രീ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഫുൾ ഓഫ് ഒരു റെഡ് ഫ്ലവേഴ്സാണ്, ഇല കാണാണ്ട് പൂവുണ്ടായിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരം. നമ്മൾ ആഗ്ര ഫോർട്ടിൽ പോയപ്പോഴും അവിടുത്തെ അപ്സ്റ്റെയറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താജ്മഹൽ ചെറുതായിട്ട് കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടേ എല്ലാവരുടെയും ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ കൂടി വരിക. നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ താജ്മഹൽ കാണണമെന്ന ജീവിതാഭിലാഷത്തോട് വന്ന ഒരു ടീമുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് അമേസിങ്. അത് കേട്ടപ്പോൾ നമ്മളൊക്കെ എന്താ വെറുതെ ചാടിത്തുള്ളി വന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. പുള്ളി 5th സ്റ്റാൻഡേർഡ് തൊട്ട് താജ്മഹൽ കണ്ടിട്ടേ മരിക്കൂ എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്.
നമ്മളിത് അകത്തേക്ക് കയറി. ഇതാണ് താജ്മഹൽ. ഓ, ഫോട്ടോയിൽ കാണുന്ന അതേ ഭംഗി. പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും റീൽസും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ചീപ്പാണ് കേട്ടോ. നമുക്ക് അവർ കോപ്പി ആയിട്ട് തരുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് 50 60 സംതിങ്. അതല്ല സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് ഫോണിലേക്ക് അയച്ചു തരാണെങ്കിൽ 30 പെർ പീസേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ഫോട്ടോ ആയിട്ട് വാങ്ങിയില്ല. ബട്ട് നമ്മൾ കുറേ ഫോട്ടോ എടുത്തിട്ട് അത് സോഫ്റ്റ് കോപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കോപ്പി ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അതാണ് ശരിക്കും ലാഭം. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ. ആൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ആഗ്ര പോയത്. ആഗ്ര ഫോർട്ടും താജ്മഹലും പോയത് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഡൽഹിയിൽ ഭയങ്കര രീതിയിലുള്ള മഴയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ സരോജിനിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഫസ്റ്റ് ദിവസം തൊട്ട് മഴയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, എത്രത്തോളം ഞങ്ങളിത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഒരു ഡൗട്ടാണ്. അത് കഴിഞ്ഞ് ഈ കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗൈഡ് ചങ്ങായി. ഈ കളക്ട് ചെയ്യുന്ന പൈസ എന്തിനാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം അകത്ത് കയറണോ വേണ്ടിയോ എന്ന്. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇല്ല കയറുന്നില്ല, എന്താ അപ്പോൾ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞു ഏതായാലും വന്നതല്ലേ അകത്ത് കയറാം, നമുക്ക് എന്താണെന്നറിയാലോ, ഇതുവരെ വന്നിട്ട് അകത്തേക്ക് പോകാതിരിക്കുന്ന മോശമാണ്. എന്നിട്ട് ഞങ്ങൾ സോക്സൊക്കെ എടുത്തത് അത് ഫുട്വെയറിൻ്റെ മുകളിൽ കൂടെ ഇടാനുള്ളതാണ് കേട്ടോ. പക്ഷേ അവർ ഇവിടുന്നേ പറയുന്നുണ്ട് അത് ഇട്ട് പോയിക്കുമെന്ന്. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അത് എത്രത്തോളം പൊടി, അത് അതിൻ്റെ കാര്യം ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അല്ലെങ്കിൽ പിന്നെ എൻട്രൻസിൽ നിന്ന് ഇട്ട് കയറുകയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 50 മീറ്റേഴ്സ് നടക്കാനുണ്ടായിരുന്നു. അവിടെ തൊട്ടേ നമ്മൾ ആ ഒരു സോക്സ് ഇട്ടിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിലെന്ത് കാര്യമുള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഈ ക്യൂ പോകുന്നത് താജ്മഹലിൻ്റെ അകത്ത് കയറി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ആദ്യം അകത്ത് കയറി കാണണമെന്നോ ഉള്ളിൽ കയറണമെന്ന് വലുതായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. നമ്മൾ അവിടുന്ന് താജ്മഹലിൻ്റെ അകം കണ്ടില്ലല്ലോ, അകത്ത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും, ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത് എന്നൊരു പേരിൽ പോകുന്നത് കണ്ടോ വെച്ച് പിടിച്ചത്. അത് പിന്നെ എങ്ങോട്ടാണെങ്കിലും ഓടി ഓടി തുള്ളി നിന്നോളൂ. അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അമ്മയാണെങ്കിൽ എല്ലായിടത്തേക്കും ഓടി നടന്ന് അത് കാണാം ഇത് കാണാം, അവിടെ പോവാം ഇവിടെ പോവാം. നമ്മളെയൊക്കെ ആരോഗ്യമായിരുന്നു പുള്ളിക്കാരത്തേക്ക്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അകത്ത് കയറുമ്പോഴാണ് പകുതി വരെ ഫോൺ നമുക്ക് വീഡിയോഗ്രാഫി പാടില്ല. അവരകത്ത് കയറുമ്പോഴേ പറയുന്നത് നിർത്ത് ഫോണ് വീഡിയോസ് ഓഫാക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജഹാൻ്റെയും മുംതാസിനെയും അടക്കിയ സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുൾ. ഇപ്പം ഒരു വൈറ്റ് മാർബിൾ വെച്ച് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു താജ്മഹൽ, അതും അന്ധകാലത്ത് അത്രയും വർഷം എടുത്ത് ആ പുറത്ത് നമ്മളൊരു ഗൈഡ് സംസാരിച്ചുകൊണ്ട് നിന്നപ്പം കാണിച്ച പില്ലേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം ഞാൻ മറന്നു പോയിട്ടോ, 22 or 12 അങ്ങനെ എന്തോ ആണ്. അപ്പം ഓരോ വർഷം ആകുമ്പോഴത്തേക്കും ഓരോ പില്ലേഴ്സ് വെക്കും. അങ്ങനെയാണ് ഇത്ര വർഷമായി ഇത്ര ആൾക്കാരെ വെച്ച് ചെയ്യിച്ച ഒരു ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ അതിന് കൊടുക്കണം. ഭയങ്കര ഇതാണ് കേട്ടോ ആ ഒരു എൻട്രൻസ് വന്നേക്കുന്നത്. ഈ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവർ പറയും ഫോട്ടോഗ്രാഫി പാടില്ല വീഡിയോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. അതിൻ്റെ അകത്ത് കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അത് കയറിയില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയി പോയിരുന്നു. ഇവിടെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫി അവർ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാനൊന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ആ ഫ്രണ്ടിൽ വറ്റി വരണ്ട് കിടക്കുന്നുണ്ടല്ലോ, സാക്ഷാൽ നമ്മുടെ യമുനയാണ് കേട്ടോ. എന്താ അല്ലേ, നമ്മുടെ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ കൂടെ യമുന നദി, അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ടൂറ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് താജ്മഹൽ വിത്ത് യമുനേൻ്റെ ഒരു ഫോട്ടോ ഗ്രൂപ്പിലിടുണ്ടായി. അപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു ഒരു ഫ്രേസാണ്, യമുന ഒന്ന് കരകവിഞ്ഞൊഴിയട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വരട്ടെ, ഒരു ഭംഗിയിൽ യമുന എത്തട്ടെ, എന്നിട്ട് നമുക്കൊന്നുകൂടെ പോവാം. അപ്പോഴായിരിക്കും നമ്മൾ താജ്മഹലിൻ്റെയും യമുന നദീൻ്റെയും കുറച്ചുകൂടി ഒരു ഭംഗി എടുത്തറിയിക്കുക. അപ്പോൾ ഞാനാണെങ്കിലും ഫോട്ടോസിലൊക്കെ കണ്ടേക്കുന്നത് അങ്ങനെയാണ്, ആ ഒരു ഭംഗിയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇപ്പോൾ വറ്റി വരേണ്ട യമുന ഓക്കെ, താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുമ്പോൾ അതും ഭംഗിയാണ്. ഇതാണ് കേട്ടോ എക്സിറ്റ്.
നമ്മൾ നേരെ എക്സിറ്റിൽ കൂടെ നേരെ താഴേക്ക് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുറേ റീലൊക്കെ എടുത്തു കേട്ടോ. ഞാനൊക്കെ 2-3 റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഹിയർ നമുക്ക് നമ്മുടെ ആ ഒരു യൂസ് ചെയ്ത സോക്സ് നമുക്ക് റിമൂവ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അവർ ഒരു ബിൻ പോലെ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. വിച്ച് ഈസ് വെരി നൈസ് അല്ലേ? അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, ഇത്രയും ലക്ഷം ജനങ്ങൾ ഓരോ ദിവസവും വരുന്ന താജ്മഹലിൽ അത്രത്തോളം മാലിന്യം, ഈ ഒരു സാധനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തില്ല വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം ഇതാണ് ആ ഒരു ഭംഗിയുള്ള താജ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയേക്കുന്ന സമയം കഴിഞ്ഞു കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടിയ സമയത്ത് നമുക്ക് നല്ലപോലെ എല്ലാം കാണാനും എല്ലാം നടന്ന് അതിൻ്റെ ഓരോ ഹിസ്റ്ററി വേണമെങ്കിൽ ആ ഗൈഡിനോട് ചോദിച്ചാൽ പുള്ളിക്കാരനെല്ലാം പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ താജ്മഹൽ ഭംഗിയിൽ കണ്ടു. നമുക്ക് അടുത്തൊരു നല്ല വ്ലോഗിൽ കാണാം. അതുവരെ